അപ്പോൾ ഗൈസ്, നമ്മുടെ കുറേ നാൾക്ക് ശേഷം നമ്മുടെ കസിൻസ് എല്ലാം കൂടി കൂടാൻ പോണേണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ചേട്ടന്മാരായിട്ടൊക്കെ എന്താ പറയുക, കുറേ നാൾക്ക് ശേഷം അവരെ കാണാൻ വേണ്ടി പോണേണ്. ഇങ്ങനൊരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചല്ല, യൂട്യൂബല്ലേ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണമെന്ന് വെച്ച് ചെയ്യണേ. ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ക്രിസ്മസിൻ്റെയൊക്കെ ഒരുക്കമൊക്കെ നമ്മുടെ ഇവിടെ ആയിട്ടാ സെറ്റായിക്കൊണ്ടിരിക്കണില്ല. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബേബിനായിട്ടാണ് ഇന്ന് നമ്മൾ പോകണേണ്ട. ബേബിനെ കാണാൻ പറ്റണ്ട, നിങ്ങൾക്ക് ഇരുട്ടാണ് ഗൈസ്, ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. യെസ് ബേബിനായിട്ടാണ് പോണത് ഗൈസ്. ബേബിനെ സ്റ്റാർട്ടാക്കട്ടെ. അങ്ങനെ നേരെ പമ്പിലോട്ട് കയറി. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പമ്പാണ്, പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ. നേരെ കയറി പെട്രോൾ അടിച്ചു. അങ്ങനെ നേരെ ചേട്ടൻ്റെ വീട്ടിലെത്തിയട്ടാ. ചേട്ടനെയൊക്കെ കണ്ടിട്ട് തന്നെ കുറേ നാളുകളായി, ഏകദേശം ഒരു 3-4 വർഷമായി. പുള്ളി പുറത്തായതുകൊണ്ട് ഇങ്ങനെ കൂടാനൊന്നും പറ്റാറില്ല. അപ്പം എല്ലാവരും കൂടെ ഒന്ന് കൂടിയതാണ്. എന്താണത്? ഫ്രൈയാ. പിന്നെ ഓരോ കസിൻസായിട്ട് ഓരോരുത്തരും ഓരോരോ ഇടത്താണ്. എന്നുവെച്ചാൽ ഇത് ഈ വന്ന ചേട്ടൻ ഇപ്പോൾ കൂത്താട്ടോളം എന്ന സ്ഥലത്തു നിന്നാണ് വന്നത്. അപ്പോൾ പല സ്ഥലത്തായതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പരിപാടിയും അങ്ങനെ കൂടാൻ പറ്റാറില്ല. ഇതെല്ലാം എൻ്റെ കസിൻസാണ് കേട്ടോ, ചേട്ടന്മാരാണ്. അതായതുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് കൂടിയത്. പിന്നെ എല്ലാവരും കൂടി കൂടുമ്പോൾ അറിയാമല്ല, കുറേ നാൾക്ക് ശേഷം കൂടുമ്പോൾ എല്ലാവരും ഇത്തിരി ചിലപ്പം മദ്യപിക്കുന്ന ആൾക്കാരൊക്കെയാണ്. ഞാൻ പിന്നെ മദ്യപിക്കാറില്ല, അതിനോട് എനിക്ക് താല്പര്യം തോന്നിയിട്ടുമില്ല. അപ്പോൾ ഇവരുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഓരോ കഥകളൊക്കെ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിശപ്പിൻ്റെ വിളി തുടങ്ങി. ഇന്നൊന്നും നോക്കിയില്ല, അറ്റാക്കാണ് അങ്ങോട്ട്. പിന്നെ കുറച്ചു നേരം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചു നേരം കൂടി സംസാരിച്ച് ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് പിന്നെ ഇരുന്ന് കുറച്ചു നേരം കൂടി. അങ്ങനെ ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ വെച്ച് നിർത്തണേണ്ട. അവസാനം എല്ലാവരും ടാറ്റ പറഞ്ഞു പിരിഞ്ഞു.